സാർ നമ്മൾ നേരത്തെ പറഞ്ഞപ്പം ആ കഥയിലൂടെ പോയിട്ടുണ്ടായിരുന്ന ഒരു പ്രവാസ ലോകത്തിലേക്ക് പോയിരുന്നു, പ്രവാസിയായിരുന്നു എന്നുള്ളതൊക്കെ. അപ്പോൾ പ്രവാസം കഴിഞ്ഞ് വന്നപ്പോഴേ അതിന് മുന്നേ ആയാലും എന്തെല്ലാം ബിസിനസ്സാണ് സാർ ചെയ്തിരുന്നത്? അതിൻ്റെ കാര്യം വെച്ചാൽ ഞാൻ ഒരു പഠിത്തം നിർത്തിയ 9ാം ക്ലാസ്സിൽ പഠിത്തം നിർത്തി ചെയ്ത പണി തന്നെ ആദ്യം കൃഷിപ്പണിയാണ്. കൃഷിപ്പണി അത് തന്നെ ഒരു ബിസിനസ് രീതിയിലാണ് ഞാൻ എടുത്തത്. അത് ഞാൻ തൊഴിലൊക്കെ പഠിച്ചു, നാട്ടിൽ തന്നെ ജനിച്ച സ്ഥലത്ത് തന്നെ ഈ തൊഴിലൊക്കെ ചെയ്തു. ആ തൊഴിലൊക്കെ ചെയ്തതിന് ശേഷം ഈ ഒരാൾ പണി എടുത്തുകൊണ്ടിരുന്നാൽ അവൻ ജീവിതകാലം മുഴുവൻ പണിക്കാരനാണെന്നുള്ള ഒരു ധാരണ അന്ന് തന്നെ മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ വലിയ തോട്ടങ്ങളുടെ വലിയ കാര്യങ്ങളെല്ലാം മൊത്തത്തിൽ തന്നെ ഞാൻ കരാറ് പണിയായിട്ട് എടുക്കും. എന്നിട്ട് മറ്റുള്ളവരെ വെച്ച് പണിയെടുപ്പിക്കും. അന്നേരം ഒരു നല്ലൊരു ലാഭം കിട്ടും. എല്ലാ പരിപാടികളും പല കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ ഞാൻ ആദ്യം ആ തൊഴിൽ പഠിച്ചതിന് ശേഷം അതൊരു ബിസിനസ് മോഡിലോട്ട് ഞാൻ കൊണ്ടുവരാറുണ്ട്. അതായത് പെയിൻറ്റിങ് ആണെങ്കിലും, അതായത് 5-6 മാസം മാത്രമേ പെയിൻറ്റിങ് ഞാൻ പണിയെടുത്തുള്ളൂ. അതിനുശേഷം എന്ത് ചെയ്തു, ഞാൻ പിന്നെ മറ്റുള്ളവരെ വെച്ച് തൊഴിലെടുപ്പിക്കുകയാണ്. ഇത് കരാറായിട്ട് ഞാൻ എടുത്തതിന് ശേഷം മറ്റുള്ളവരെ കൊണ്ട് ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെ എല്ലാ തൊഴിലേക്ക് ഇറങ്ങുമ്പോൾ അതിനെക്കുറിച്ച് ശരിക്കും പഠിക്കാൻ വേണ്ടി അത് ചെയ്ത് നോക്കിയിട്ടാണ് ആ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതെ അതെ, കൃത്യമായി അത് പഠിച്ചതിന് ശേഷം അതൊരു ബിസിനസ് രീതിയിലോട്ട് എത്തുന്നു. അങ്ങനെ പല കാര്യങ്ങളും ചെയ്തു. കല്യാണമൊക്കെ കഴിഞ്ഞു.